ഹലോ കൂട്ടുകാരെ, കോളിഫ്ലവർ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ 65 എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കണം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കോളിഫ്ലവർ 65 ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവർ, ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിനി ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുക്കുന്ന ആ ഒരു പരുവത്തിൽ നുറുക്കിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി നമ്മളെപ്പോഴും കോളിഫ്ലവർ ചെയ്യേണ്ടതാണിത്. ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതിനുശേഷം അതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അതിനുശേഷം നല്ലതുപോലെ 1-2 വട്ടം കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വിനീഗറാണ്. ഒരു 1-2 ടീസ്പൂൺ ഒരു പുളിക്ക് വേണ്ടി വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും മതി. അത് അരമണിക്കൂർ നമുക്ക് നല്ലപോലെ പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വറുക്കാനായിട്ട് എടുക്കാം. വറുക്കാൻ എടുക്കുന്നതിന് മുന്നേ വേണം നമ്മളിതിനകത്തേക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ, കുറച്ച് മൈദ, പിന്നെ അതിനുശേഷം കുറച്ച് അരിപ്പൊടി, ഇത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് വറുക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല മുരുമുരിപ്പ് കിട്ടത്തില്ല. അതിനുശേഷം അതിനകത്ത് ആവശ്യത്തിന് നമുക്ക് കുഴയ്ക്കാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്, നല്ലപോലെ പൊന്തി വരും, അതിന് വേണ്ടിയാണ് കേട്ടോ. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക വറുക്കാൻ വേണ്ടി. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ വറുത്ത് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള, വെറുതെ കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ. ഇത് വല്ല സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കറികളുടെ കൂടെ വറുത്തതായിട്ട് കൊടുക്കാനും വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അവസാനത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി, ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് വളരെ ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്സ് പോലെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.